ഇനി കുഞ്ഞുമത്തി കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇതാ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അടിപൊളിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, കറികളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് മാത്രം മതി. സൈഡായിട്ട് ഇതുണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഇതാ കുഞ്ഞമത്തിയാണ് നമുക്ക് വേണ്ടത്. സാധാരണ വലിയ മത്തി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുക, എന്നാലും കുഞ്ഞമത്തി ആകുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് കുഞ്ഞമത്തി എടുത്തിട്ടുണ്ട്, നല്ലോണം കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മസാല തേച്ച് വെക്കാം കേട്ടോ. അതിനായിട്ട് ഇതാ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഒരു മസാലയൊക്കെ നല്ലോണം ഒരു മീനിലേക്ക് പിടിക്കുന്ന രീതിയിൽ വേണമെന്ന് കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കട്ടെ. മസാലയൊക്കെ നല്ലോണം അതിലൊന്ന് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഒന്നുമില്ലാതെ നേരെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത്. അതായത് ഒന്നിങ്ങനെ നല്ലോണം മുരിപ്പിച്ചെടുക്കരുത്. ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു മത്തി ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു സമയം തന്നെ നമുക്കതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മൺചട്ടി ഇതാ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതാ ഉലുവയാണ് പൊട്ടിച്ചെടുക്കുന്നത്. ഉലുവ ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് കുറച്ച് വലിയ ജീരകം, പെരുംജീരകം എന്നൊക്കെ പറയും, അതും ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വന്നാൽ പിന്നെ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ വലിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ വലിയുള്ളി ഒരു ചെറിയൊരു പീസ് ചെറുതായിട്ട് അതും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കാം. പിന്നെ ഇതാ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു ഉള്ളിയൊക്കെ ഏകദേശം ഇതുപോലെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളായിട്ട് ഇതാ നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സാധാ നോർമൽ മുളക് പൊടിയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ കുറച്ചൊരു നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ മീനിവിടെ ഓൾറെഡി ഫ്രൈ ചെയ്തെടുത്തതാണ്, അതിലൊക്കെ മസാല ഉണ്ടാവും. അപ്പോൾ ഇതിലും ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. ഇനിയൊരു പൊടികളുടെ പച്ചമണക്ക മാറി വരുന്നവരെ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒരുപാടൊന്നും വേണ്ട, ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളി വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി നേരത്തെ ഞാനിവിടെ വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം പിഴിഞ്ഞിട്ട് ആ ഒരു പുളിവെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതാ നല്ലോണം മിക്സാക്കി എടുക്കുക. ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാടൊന്നും ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. മീനിലൊക്കെ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താണല്ലോ, അപ്പോൾ അതൊക്കെ കൂടി പോകുമ്പോൾ ഉപ്പ് കൂടി പോകരുത്. ഇനി ഇതാ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കാണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുറുക്കിയെടുക്കുക. ഇങ്ങനെ കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഫ്രൈ ആക്കി വെച്ച ആ ഒരു കുഞ്ഞൻ മത്തി ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആ ഒരു മസാലയും പിന്നെ ഈ ഒരു മത്തി എല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. ആ ഒരു മസാലയൊക്കെ ആ ഒരു മത്തിയിലോട്ട് പിടിക്കുന്ന രീതിയിൽ വേണം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് കയ്യിലിട്ടിങ്ങനെ ഇങ്ങനെ കുത്തി ഇതാക്കണ്ട, അപ്പോൾ അത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പതുക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനിയൊന്നുമില്ല, അത് ഹൈ ഫ്ലെയിമിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കട്ടെ. ആ ഒരു വെള്ളം ഈ ഒരു മീനിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കീറിയിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ മത്തി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ചോറിൻ്റെ ചപ്പാത്തിൻ്റെ എന്തിനും കൂടെ വേണമെങ്കിൽ കഴിക്കാം.
കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്